വി.ഡി. സതീശൻ സർക്കാർ കയറിയിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ആ ഒരു 2 ആഴ്ച കാലത്തെ ഒരു അവലോകനം നടത്തി കഴിഞ്ഞാൽ 10 വർഷത്തിന് ശേഷം ഈ ഒരു പുതിയ സർക്കാരിൻ്റെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സർക്കാരിലേക്ക് ഇങ്ങനെ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം പഴയ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ തലത്തിലാണെങ്കിലും പോലീസിൻ്റെ തലത്തിലാണെങ്കിലും ഒക്കെയുള്ളൊരു പഴയ സംവിധാനം ഇങ്ങനെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വി.ഡി. സതീശൻ ഇപ്പോൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില സുഖമില്ലാത്ത വാർത്തകളും ഇപ്പം ബന്ധുനിയമനം തന്നെ ഇന്നിപ്പം മുഖ്യമന്ത്രി ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പം ആ വിഷയം ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പരിശോധിച്ചിട്ട് താൻ പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഒരു പ്രതിരോധിച്ച് ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് നിന്നില്ല. പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുകയും ചെയ്യും. കാരണം സതീശൻ മറുപടികൾ പറയുന്നതിന് മടി കാണിക്കുന്ന വ്യക്തിയല്ല. പിന്നെ ഈ 2 ആഴ്ചത്തെ ഒരു സർക്കാരിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഒട്ടേറെ തീരുമാനങ്ങളെടുത്തു. ഒരുപാട് കാര്യങ്ങൾ തീരുമാനങ്ങൾ മാറ്റിവെക്കുന്ന ഒരു രീതി ഇതുവരെ ഈ 2 ആഴ്ച കൊണ്ടുള്ള പരിപാടിയിൽ നമ്മൾ കാണുന്നില്ല. ഉദാഹരണത്തിന് സതീശൻ ഏറ്റവും ആവർത്തിച്ച് എപ്പോഴും പറയുന്ന സംഗതിയാണ് വാക്ക്. അത് മാറ്റാൻ പാടില്ല, അത് നടപ്പിലാക്കാനുള്ളതാണ്. എന്തായാലും ഇതുവരെ സതീശൻ പറഞ്ഞ വാക്കുകളൊക്കെ ഏകദേശം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എനിക്കൊന്ന് ഇന്നാണെന്ന് തോന്നുന്നു മറ്റേ നവീൻ ബാബുവിൻ്റെ മരണം CBIക്ക് വിട്ടുകൊണ്ടുള്ള സംഗതി വന്നു. അതേപോലെ മറ്റേ പണ്ട് കത്രിയ വയറ്റിൽ വെച്ചിട്ട് ഷഹീന അല്ലേ, അവർക്ക് ജോലി കൊടുത്തു. അങ്ങനെ പല പല നടപടികളും ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തുടക്കം പോലെ ഈ പറഞ്ഞ പോലെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ജൂൺ 15 മുതൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം വനിതകൾക്കൊക്കെ ഫ്രീ യാത്രയാകാൻ സൗജന്യ യാത്ര. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുതിയ ഒരു സംവിധാനത്തെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പത്രത്തിൽ ഒരു വാർത്ത കൊണ്ട് രാവിലെ 8 മണി മുതൽ അദ്ദേഹം ഇനി ഓഫീസിൽ ഉണ്ടാവും. പിന്നെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനം എപ്പോഴും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ പറ്റിയൊരു സെക്രട്ടറിയാണ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നത്, ഈ രത്തൻ കേൽക്കർ. കാര്യം അദ്ദേഹത്തിന് അതിനകത്ത് നല്ല പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. ഡിജിറ്റൽ ഗവേണൻസിൽ എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഇപ്പോൾ GST കമ്മീഷണറായിരുന്നു. മുഖ്യമന്ത്രിയാണ് ഈ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. അത് ഏറ്റവും വലിയൊരു തീരുമാനമാണ്. കാര്യം ഈ ഖജനാവിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ആണത്. അപ്പം മറിച്ച് കേന്ദ്രത്തിനെ കുറ്റം പറയുന്നതിന് പകരം ഈ ഖജനാവ് നിറയ്ക്കുക എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ടൊരു മുഖ്യമന്ത്രിയുടെ ഒരു വരവാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ധവളപത്രം ഇറക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു വളരെ പരിതാപകരമായൊരു മുഖമാണ് നമ്മൾ കണ്ടത്. കാരണം ഈ ധവളപത്രത്തിനെ ആദ്യം എതിർത്തെങ്കിലും ഈ സതീശൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു വക്കീൽ പശ്ചാത്തലമുള്ളതിൻ്റെ പേരിലായിരിക്കും. നല്ല ഗംഭീരമായിട്ട് നന്നായിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, നന്നായി ഡിബേറ്റ് ചെയ്യാൻ അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ധവളപത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഈ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ 6000-6000 കോടി രൂപ ഖജനാവിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് അദ്ദേഹം സതീശനൊരു നല്ല ഉദാഹരണം പറയുകയുണ്ടായി. അപ്പം 50,000 രൂപ ശമ്പളം വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് വന്ന് വീട്ടിനകത്ത് കയറി ഭാര്യയോട് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതായത് 50,000 രൂപ ശമ്പളം കിട്ടി എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. പക്ഷേ ആ സമയത്ത് പുറത്ത് കടക്കാരും ഇദ്ദേഹം കടം വാങ്ങിയ ആൾക്കാർ, പാൽക്കാരൻ, പത്രക്കാരൻ, അതുപോലെ തന്നെ മീൻ വാങ്ങിച്ച ആൾക്കാർ, നാടിൻ്റെ നാനാവശത്തു നിന്നും ഇയാളുടെ നിന്ന് കാശ് കിട്ടാനായിട്ട് ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ആ ഒരവസ്ഥയാണ് ശരിക്കും ഈ 800 കോടി രൂപ ഈ ഖജനാവിലുണ്ട് എന്ന് ഈ LDF സർക്കാർ പറഞ്ഞതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ശരിയുമാണ് സംഗതി. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളും അതുപോലെ 48,731 കോടി രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. അപ്പോൾ അതും അസംബ്ലിയിൽ നിന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള കുടിശ്ശിക കൊടുക്കാനുള്ള 399 കോടി രൂപയാണ്. അതുപോലെ തന്നെ കാരുണ്യ വിഭാഗത്തിൽപ്പെട്ട ഈ ചികിത്സാ സഹായം
അങ്ങനെ സമൂഹത്തിൻ്റെ ഏറ്റവും ദുർബല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കോടിക്കണക്കിന് കിടക്കുന്നു. അതോടൊപ്പം തന്നെ 2791 കോടി റുപ്യ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കാര്യം നാട്ടിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള ഈ കമ്പോളത്തിൽ ഇടപെടുന്നത്, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. ആ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഏതാണ്ട് 2791 കോടി റുപ്യ അവർ കൊടുക്കാനുണ്ട്. അതുപോലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ അവിടെ 500 കോടിക്കടുത്ത് അവിടെയും കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്തരം കണക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മറുപടി ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. കിഫ്ബിക്കും ഉണ്ട് 56,000 കോടി. കിഫ്ബിയിലും 56,000 കോടിയാണ് പറയുന്നത്. കിഫ്ബിയുടെ 21,000 കോടി റുപ്യ പിന്നെ വായ്പ സംഗതിയുണ്ട്. അതുപോലെ 77% ശമ്പളം, പെൻഷൻ, പലിശ, ഈ ഇനത്തിൽ 77% നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വരവ് പോവുകയാണ്. പിന്നെ കിഫ്ബിയുടെ അവസ്ഥ ശരിക്കും എടുത്ത് കാണിച്ചു തന്നു. 5 ലക്ഷത്തി എത്രയോ ഇല്ല 5.9 ലക്ഷം കോടി റുപ്യ മൊത്തത്തിൽ കടമായിരിക്കുന്നു. 5.0 ലക്ഷം രൂപ കടം. അതോടൊപ്പം തന്നെ 77% നിർബന്ധിത ചെലവായിട്ട് വി.ഡി. സതീശൻ അവതരിപ്പിച്ച ധവളപത്രത്തിൽ പറയും. അതെ, അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ അവതരിപ്പിച്ചോടുകൂടി ഈ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ ഇതുവരെയുള്ള പ്രവർത്തനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷ അദ്ദേഹം നൽകിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഈ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കുന്ന ഒരു രീതി, അതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ ആവശ്യമില്ലാതെ പോലീസുകാരുടെ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ണൂർ എന്ന സമയത്ത് അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ DIG യതീഷ് ചന്ദ്രയായിരുന്നു തോന്നുന്നു ഗാർഡ് ഓഫ് ഓണർ ഒരുക്കി നിർത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കണമെന്നുള്ള വെച്ച് പറയുകയൊക്കെ ചെയ്തു. ഇനി മുതൽ ഗാർഡ് ഓഫ് ഓണർ മുഖ്യമന്ത്രിക്ക് വേണ്ട എന്ന കാര്യം ശരിയാണ്. അത്രയും ഉദ്യോഗസ്ഥരുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ അത്രയും ഉദ്യോഗസ്ഥരുടെ ഗാർഡ് ഓഫ് ഓണർ കൃത്യമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് തയ്യാറെടുപ്പ് വേണം? അത്രയും പോലീസുകാരുടെ സേവനം, ഈ പറഞ്ഞതുപോലെ ഇതിനുള്ള പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ മറ്റ് പോലീസ് സേനയിൽ തന്നെ ആവശ്യത്തിന് സ്റ്റാഫില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വെറും ഒരു പാഴ്വേലകളാണുള്ളത് ഇതൊക്കെ, അല്ലേ? അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള സതീശൻ്റെ നിലപാടുകളും സമീപനങ്ങളും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വളരെ സതീശൻ കേരളത്തിലെ ജനങ്ങളിൽ ഉയർത്തിയ പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സതീശൻ ഈ കേരളത്തെക്കുറിച്ചുള്ള തൻ്റെ ഒരു വിഷൻ, എങ്ങനെയാണ് ഒരു തുറമുഖ നഗരമാക്കി കേരളത്തെ മുഴുവൻ മാറ്റുക, അതായത് നിലവിലുള്ള തുറമുഖങ്ങളും ഫിഷിംഗ് ഹാർബറുകളും ലാൻഡിംഗ് സെൻറ്റേഴ്സുകളും പിന്നെ അതോടൊപ്പം തന്നെ ചരക്ക് ഗതാഗതം നമ്മൾക്ക് 593 കിലോമീറ്റർ ഈ തീരപ്രദേശമുണ്ട്. അപ്പോൾ അതുപോലെ കടലിലൂടെ ചരക്ക് ഗതാഗതം കൊണ്ടുപോയി കുറഞ്ഞ ചിലവിൽ ചരക്ക് ഗതാഗതം നടക്കുകയും ചെയ്യും. റോഡുകളുടെ ഭാരം, റോഡുകളുടെ തിരക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള ചില ഒരു സങ്കല്പങ്ങൾ, പദ്ധതികളൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് നമ്മളോട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പം ഈ തുറമുഖം നഗരമായിട്ട് മൊത്തം കേരളത്തെ മാറ്റുക, ഇപ്പോൾ ഈ നിലവിലുള്ള നദികളെയും ഈ പറഞ്ഞ തുറമുഖങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുകയും അത് എല്ലാ ഗ്രാമങ്ങളുമായിട്ട്, ഇപ്പോൾ നദികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ തൊഴിലവസരങ്ങളും അതേപോലെ തന്നെ കയറ്റുമതിയും പിന്നീട് അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ടൂറിസവും, ഇങ്ങനെ ഒരുപാട് ഒരു വിഷൻ, ഒരു സങ്കല്പം നമ്മുടെ മുമ്പിലേക്ക് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളുമൊക്കെ ഇദ്ദേഹം ചെയ്യും എന്ന് വേണമെന്ന് കരുതേണ്ടത്. പിന്നെ അതുപോലെ നികുതി വെട്ടിപ്പ് ഒരു കാരണവശാലും അനുവദിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നികുതി പിരിച്ചെടുക്കുകയും പുതിയ നികുതി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പുതിയ സങ്കേതങ്ങൾ കണ്ടെത്തി വരുമാനം വർദ്ധിപ്പിക്കാൻ ചെയ്യുകയും ഉള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കേരളം ഒരു ദരിദ്ര സംസ്ഥാനമല്ല. വേണ്ട രീതിയിൽ നമ്മൾ അതിനെ വിനിയോഗിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേരളം നേരിടുന്നത്. കേരളത്തിൻ്റെ സമൃദ്ധി എന്താണെന്നുള്ളത് ഇതുവരെ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണാധികാരിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അതിൻ്റെ റിയൽ പൊട്ടൻഷ്യൽ. തീർച്ചയായും ഈ സതീശൻ ഗവൺമെൻറ് കയറിയതിന് ശേഷം അഭിനന്ദനാർഹമായി എടുത്ത കുറച്ച് തീരുമാനങ്ങൾ ഏതാന്ന് പറയാൻ പറ്റും? അതിൽ തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ ആദ്യം ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ളൊരു ഭരണം എന്ന രീതിയിൽ നമുക്ക് കാണാറായിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഈ പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് മറ്റേ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൻ്റെ ഉത്തരവിട്ടു. അതേപോലെ ചില ആവലാതികൾ തീർത്തു. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ മഞ്ഞക്കുറ്റികൾ, അതൊക്കെ ആദ്യം എടുത്ത തീരുമാനങ്ങളാണ്. അതൊക്കെ അങ്ങനെ ഒരുപാട് ആശ്വാസ നടപടികളെടുത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ചക്രം ഉരുളുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അതിങ്ങനെ വണ്ടിയൊക്കെ ശരിയാക്കി വരുന്നതേ ഉള്ളൂ സംഗതി. പക്ഷേ ഇതുവരെയുള്ള നിലപാടുകളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ്റെ പ്രവർത്തനം ഇപ്പോഴും എന്തെല്ലാം പ്രതീക്ഷകളാണോ കേരളീയരിൽ ഉയർത്തിയിരുന്നത് ആ പ്രതീക്ഷയുടെ അതേ തോതിൽ തന്നെ നിലനിൽക്കുകയും അത് ലേശം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ
അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സണ്ണി ജോസഫിൻ്റെ സ്റ്റാഫിൽ അദ്ദേഹം പിന്നെ സഹോദരിയുടെ ഭർത്താവിനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നു, പേഴ്സണൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സതീശനെ നേരിടുന്നതായിരിക്കും സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഇതൊക്കെ സമയം വേണം. പിന്നെ അത് മാത്രമല്ല, സതീശൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഗതി എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയാവുന്നത്. കേരളത്തിൽ ഗ്രൂപ്പില്ലാതെ ഏതെങ്കിലും സ്ഥാനത്തെത്തുക എന്ന് വെച്ചാൽ അചിന്തനീയമായ സംഗതിയാണ്. പക്ഷേ ഈ വർത്തമാന കാലഘട്ടത്തിൽ വി ഡി സതീശൻ ഒരു ഗ്രൂപ്പില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. അതോടൊപ്പം തന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ പോകുന്ന സമയത്ത് അത് മൈനസ് പോയിൻ്റായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം സണ്ണി ജോസഫ് അദ്ദേഹം പ്രഖ്യാപിത കെ സി വേണുഗോപാലിൻ്റെ പിന്നെ എന്താ പറയുക, ഒരു റൈറ്റ് ലെഫ്റ്റനൻ്റാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് ഇപ്പം അത് പ്രത്യക്ഷത്തിൽ തന്നെ അത് വളരെ ബന്ധുനിയമനമാണ്. അത് ആ നിയമനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പ്രീതിയാണ് അല്ലേ. അതാണല്ലോ മറ്റേ ഫിയർ ആൻഡ് ഫേവർ, ഭീതിയും പ്രീതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അപ്പം പ്രത്യക്ഷത്തിൽ തന്നെ അതൊരു സത്യപ്രതിജ്ഞ ലംഘനം കൂടിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ സണ്ണി ജോസഫ് അദ്ദേഹം വക്കീലൊക്കെ ആണെങ്കിലും ഈ മൊത്തത്തിലുള്ള സ്റ്റാഫിൻ്റെ നിയമനം എന്ന് പറയുന്നതിൻ്റെ അതിന് പറയപ്പെടുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫ് എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഇനി അദ്ദേഹം ഇനി പേഴ്സണൽ എന്നുള്ള വാക്ക് തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ സഹോദരിയുടെ ഭർത്താവിനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇതിനോട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ നിയമനം, അത് തുടക്കത്തിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഇച്ചിരി വിഷയമായതായിരുന്നു. അതായത് IAS ഉദ്യോഗസ്ഥരുടെ മാറ്റങ്ങളെ സംബന്ധിച്ച് അറിയാത്തതിൻ്റെ പേരിൽ മന്ത്രിമാർക്കുണ്ടായ അസ്വസ്ഥത. പക്ഷേ അത് മാധ്യമങ്ങളൊക്കെ വലിയ സംഭവമാക്കി അത് പിറ്റേന്ന് ചിലപ്പോൾ തിരുത്തേണ്ടി വരും. അത് പിന്നെ മന്ത്രിമാരുടെ ഒരു കൂട്ടുത്തരവാദിത്വത്തെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള കേട്ടിരുന്നു. പക്ഷേ അതൊക്കെ വളരെ മനോഹരമായിട്ട് ആ പ്രശ്നമൊക്കെ ഹാൻഡിൽ ചെയ്തു. കാരണം അത് മുഖ്യമന്ത്രിയുടെ പ്രെറോഗേറ്റീവാണ്. അദ്ദേഹമാണ് ജനറൽ അഡ്മിനിസ്ട്രേഷനും പിന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും പൊതുഭരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ പ്രയോഗിച്ച് തന്നെ പോകേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങൾ ഓഫ് കോഴ്സ് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറണമെന്നല്ല, അത് അറിയിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. ചില സന്ദർഭങ്ങളിൽ അറിയിക്കുന്നത് ബുദ്ധിമുട്ടാവും, ചില തീരുമാനങ്ങൾ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും. ഓരോ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ കളക്ടർമാരെ നിയമിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞിട്ട് ഇവിടെ ഷിബു ബേബി ജോൺ അവിടുത്തെ കളക്ടറെ നിയമനം അറിഞ്ഞില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനെ അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ കളക്ടറോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഭരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയുള്ള സതീശൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മളിപ്പം അദ്ദേഹത്തിനെതിരെ പലരും ആദ്യം പറഞ്ഞിരുന്ന സംഗതി അനുഭവപരിചയം ഇല്ലെന്നുള്ളതാണ്. അനുഭവപരിചയം ഉള്ളവരെക്കാൾ നല്ല ഗംഭീരമായിട്ട് കാര്യങ്ങളിലൊരു വ്യക്തതയുണ്ട്. അതേപോലെ എങ്ങോട്ട് പോകണം എന്നുള്ള ദിശാബോധമുണ്ട്. ആ ദിശാബോധത്തെ സാക്ഷാത്കരിക്കുന്നതിന് എങ്ങനെയാണ് പ്രായോഗികമായിട്ട് സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുപോകേണ്ടതെന്നുള്ള ധാരണയുണ്ട്. അതുപോലെ തന്നെ ഒരു സുതാര്യതയുണ്ട് ഇതുവരെയുള്ള കാര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കേരളത്തിന് ഇപ്പോഴും നല്ല പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ സതീശൻ നിലകൊള്ളുന്നത്. കാര്യം ഓരോ മേഖലയിലും അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ പ്രകടമായി കഴിഞ്ഞു. വിദ്യാഭ്യാസമാണെങ്കിൽ അത്, തൊഴിലിൻ്റെ മേഖലയാണെങ്കിൽ അത്, ആരോഗ്യരംഗമാണെങ്കിൽ അങ്ങനെ ഓരോ മേഖലയിലും വ്യക്തമായിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു പദ്ധതി എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നോക്കുന്ന സമയത്ത് വളരെ ശ്ലാഘനീയമായ ഒരവസ്ഥയിലാണ് പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഈ പറഞ്ഞതുപോലെ ഈ സണ്ണി ജോസഫിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്കിപ്പം ഈ വരും മണിക്കൂറുകളിൽ കാണാം എങ്ങനെയാണത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അല്ലേ. കാര്യം അത് പ്രത്യക്ഷമായിട്ട് ഈ പറഞ്ഞ ഫേവറിൻ്റെ പുറത്ത് ചെയ്ത സാധനമാണ്. ഒരു ബന്ധുവിന് ഈ പറഞ്ഞതുപോലെ പ്രീതിയുടെ പുറത്ത് ചെയ്ത സംഗതിയാണത്, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടത്. കാര്യം അതുമൊക്കെ ശക്തമായിട്ടൊരു നിലപാടുകൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് സതീശൻ പറയുന്ന ആ ഒരു, കാരണം ഗവൺമെൻറ് എന്ന് വെച്ചാൽ കൂട്ടുത്തരവാദിത്തമാണല്ലോ. ഒരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ഒരു ഗവൺമെൻറ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ പോവില്ല. അപ്പം ഈ രീതിയിൽ തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ദിശ ഏതാണ് എന്നുള്ള ഒരു ദിശാബോധത്തിൽ പിഴവ് പറ്റില്ല എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ സണ്ണി ജോസഫിൻ്റെ ഓഫീസിലെ ബന്ധു നിയമനത്തിൽ സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഈ സമയത്ത് കാണേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ
വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.